ഷിബി ടീച്ചറിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ നമ്മുടെ 17-ാം തീയതിയാണ് നമ്മുടെ CBSEയുടെ മലയാളം പരീക്ഷ. അപ്പോൾ ഏതാണ്ട് ടീച്ചർ എല്ലാ വീഡിയോസും പാഠഭാഗങ്ങളുടെ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. റിവിഷൻ വീഡിയോസ് ധാരാളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ റിവിഷൻ നടത്തിയ വീഡിയോസിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ടൊക്കെ പഴയ റിവിഷൻ വീഡിയോസിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക. വളരെ 2.5 മണിക്കൂറിനുള്ളിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതി തീർന്ന് ഒരു 10 മിനിറ്റോളം നിങ്ങൾക്ക് പാഠഭാഗങ്ങൾ എഴുതിയതെല്ലാം ഒന്ന് വായിച്ച് നോക്കാനുള്ള സമയം കിട്ടുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ സമയക്രമീകരണവും ഞാനൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ ആദ്യത്തെ അവതരണ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് 15 മിനിറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ അത് ഒരു കൂൾ ഓഫ് ടൈം ഉണ്ടല്ലോ 15 മിനിറ്റ്, അതിനുള്ളിൽ നമുക്ക് കുറേ ചോദ്യങ്ങളുടെ ഉത്തരം, അതായത് 1 വേർഡ് ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ കണ്ടുപിടിച്ച് വെക്കാമെങ്കിൽ എഴുതുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആൻസേഴ്സിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ ആ 15 മിനിറ്റ് കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ആ 15 മിനിറ്റാണ് ശരിക്കുള്ള നമ്മുടെ പഠനത്തിൽ അല്ലെങ്കിൽ പരീക്ഷയുടെ സമയത്തെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഒപ്പം നിൽക്കുന്നത് ആ കൂൾ ഓഫ് ടൈമാണ്. അതിനൊരിക്കലും മറന്നു പോകരുത്. കാരണം ആ സമയം നമ്മൾ വേറെ ഒന്നിനും ഉപയോഗിക്കരുത്. ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നോക്കുക. അതുപോലെ അവതരണ ചോദ്യങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് അവതരണത്തിൻ്റെ ചോദ്യം വായിച്ചതിന് ശേഷം അവതരണ ഭാഗം വായിക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്മുടെ മൈൻഡിലുണ്ടല്ലോ, അപ്പോൾ ഉത്തരം നമുക്ക് ആ പാരഗ്രാഫിൽ നിന്ന് കണ്ടെത്താൻ എളുപ്പമായിരിക്കും. അതല്ലാതെ വെറുതെ പാരഗ്രാഫ് വായിക്കുകയാണെങ്കിൽ അത് എന്തിനെക്കുറിച്ചാണ് നമുക്ക് അതിനെക്കുറിച്ചാണെന്നുള്ളൊരു ബോധ്യമേ കിട്ടൂ. പക്ഷെ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം അവതരണ ഭാഗം വായിക്കുകയാണെങ്കിൽ അവതരണത്തിലെ നമ്മുടെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. അതുപോലെ 1 വേർഡ് ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് 1 വേർഡ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ 15 മിനിറ്റുള്ളിൽ ഓഫ് ടൈമിൽ തന്നെ കണ്ടെത്തി വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം ഏതാണ്ട് പാർട്ടിന്റെ ഏതാണ്ട് പകുതി ഭാഗം നമുക്ക് എഴുതി തീർക്കാനുള്ള സമയം ഉടൻ തന്നെ, അതായത് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എഴുതി തീർക്കാം. അതിന് മുമ്പ് പേപ്പറിൽ ഫില്ല് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ കൃത്യമായി ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമാണ് ആൻസേഴ്സ് എഴുതി തുടങ്ങാൻ. ഒരു വിധത്തിലുള്ള ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് എഴുതി തീരാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നാളെ നിങ്ങളെ കാത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളുടെ ഇൻട്രൊഡക്ഷൻസ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോയുടെ ഒപ്പം അതിൻ്റെ നോട്ട് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട ലക്ഷ്മണ സാന്ത്വനത്തിൻ്റെ അപ്പോൾ നമ്മൾ പാഠഭാഗങ്ങൾ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണല്ലോ നമുക്ക് പാരഗ്രാഫായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ലക്ഷ്മണ സാന്ത്വനത്തിലെ പ്രാചീന കവിത്രയങ്ങളിൽ പ്രമുഖനായ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലേതാണ് ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗം. രാമന് രാജ്യം നഷ്ടമായതറിഞ്ഞ് കുപിതനായ ലക്ഷ്മണനെ രാമൻ സാന്ത്വനിപ്പിക്കുന്നതാണ് പാഠസന്ദർഭം. ഇതാണ് നമ്മുടെ ആദ്യത്തെ പാഠത്തിൻ്റെ ഇൻട്രഡക്ഷൻ. പിന്നെയുള്ളത് യുദ്ധത്തിൻ്റെ പരിണാമമാണ്. മഹാഭാരത കഥാസന്ദർഭങ്ങളിലൂടെ കുട്ടിക്കൃഷ്ണ മാരാർ നടത്തിയ മാനസ പര്യടനമാണ് ഭാരത പര്യടനം എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പ്രമേയം. അപ്പൊ മാനസ പര്യടനം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് അദ്ദേഹം ഈ കഥാപാത്രങ്ങളിലൂടെ ഒരു യാത്ര നടത്തി. അതിനെയാണ് അദ്ദേഹം ഭാരത പര്യടനം എന്ന കൃതിയാക്കി മാറ്റിയത്. 18-ാം ദിവസം രാത്രിയിൽ നടന്ന ഭീകരമായ കൂട്ടക്കൊലയുടെ പരിണാമ ചരിത്രമാണ് ഈ നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തിൽ അതാണല്ലോ പറയുന്നത്. 18-ാം ദിവസത്തെ യുദ്ധത്തിൽ 18 ദിവസം കൊണ്ട് യുദ്ധം തീർന്നു. 18-ാം ദിവസം രാത്രി നടന്ന അരും കൊലയുടെ ഭാഗമായിട്ട് പിറ്റേന്ന് എന്തൊക്കെ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് അശ്വത്ഥാമാവ് എന്ന പകയുടെ പ്രതിരൂപമായ മനുഷ്യനെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ യുദ്ധത്തിന്റെ പരിണാമത്തിന്റെ ഇൻട്രൊഡക്ഷൻ. ഇനി വരുന്ന കടൽ തീരത്താണ്. കടൽ തീരത്ത് നമുക്കറിയാം നിസ്സഹായനായ ഒരു വൃദ്ധന്റെ നിലവിളി ആദ്യന്തം മുഴങ്ങി നിൽക്കുന്ന ഒരു ചെറുകഥയാണ് കടൽ തീരത്ത്. അപ്പോൾ OV വിജയന്റെ പ്രധാന ചെറുകഥകളിൽ ഒന്നായിട്ട് ഇതിനെ കണക്കാക്കപ്പെടുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ആരും സഹായിക്കാനില്ലാത്ത, അപ്പോൾ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് എഴുതാം, ആരും സഹായിക്കാനില്ലാത്ത സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ മനുഷ്യരുടെ പ്രതിനിധികളാണ് ഇതിലെ കഥാപാത്രങ്ങൾ എന്ന് നമുക്ക് പറയാം. പണയം ഉണ്ട്. എഴുത്തുകാരിൽ ശ്രദ്ധേയനായി സന്തോഷ് കുമാറിൻ്റെതാണ് പണയം. അപ്പോൾ ഇവിടെ 2 കഥാപാത്രങ്ങളാണല്ലോ, ചാക്കുണ്ണിയും ചെമ്പുമത്തായും. പണത്തിന്റെ മൂല്യം മാത്രം ശ്രദ്ധിക്കുന്ന ചെമ്പുമത്തായും കലാമൂല്യം മനസ്സിൽ സൂക്ഷിക്കുന്ന ചാക്കുണ്ണിയും. അപ്പൊ ഇവര് തമ്മിലുള്ള ആ ഒരു അല്ലെങ്കിൽ ഇതിന്റെ 2ന്റെ അതിരുകൾ, പണത്തിന്റെയും കലാമൂല്യത്തിന്റെ അതിരുകൾ നിർണ്ണയിക്കുന്നതാണ് ഈ ചെറുകഥ. കവികൾ ശ്രദ്ധേയനായ റഫീഖ് അഹമ്മദിന്റെ ഗാനരചയിതാവും കൂടായ റഫീഖ് അഹമ്മദിൻ്റെതാണ് അമ്മത്തൊട്ടിൽ എന്ന കവിത. മനുഷ്യബന്ധങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന തകർച്ചയാണ് ഇതിനകത്ത് പ്രതിപാദിക്കുന്നത്. നമ്മൾ 1/2 പേജിലാണ് ഉത്തരം എഴുതേണ്ടത്. ഒരല്പം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, കുറഞ്ഞു പോകാതിരുന്നാൽ മതി. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ. സ്നേഹത്തോടെ ഷിബി ടീച്ചർ.